ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സാഞ്ചസ് മിസ് ആണ്. നമ്മുടെ ബേസിക് സയൻസ് എക്സാമിങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായി കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എക്സാമിന് ശേഷം അയ്യോ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചല്ലോ എന്നുള്ള സങ്കടം പാടില്ല. അപ്പോൾ നമുക്ക് ഒട്ടും ടൈം പോക്കാതെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതാ പിടിച്ചോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കുറച്ച് മിക്സ്ചേഴ്സ് തന്നിട്ടുണ്ട്. മിസ് ക്വസ്റ്റ്യൻ അധിക ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കാൻ പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അധികം ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ മിസ് ഒന്ന് കുറച്ച് ഷോർട്ട് ആക്കിയിട്ട് ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് മിക്സ്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ മിക്സ്ചേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് മിക്സ്ചേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്താനാണത്. അതായത് ഭിന്നാത്മക മിശ്രിതങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതായിരിക്കും ഹെട്രോജീനിയസ് എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ഹോമോജീനിയസ് മിക്സ്ചറെ പറ്റിയിട്ടും ഹെട്രോജീനിയസ് മിക്സ്ചർ പറ്റിയിട്ടൊക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ മാത്രമേ ചോദിച്ചുള്ളൂ. ഏതായിരിക്കും ഹെട്രോജീനിയസ്? സോൾട്ടും സാൻഡും ഹെട്രോജീനിയസ് ആണ് അല്ലേ? പിന്നെ ഏതാണ് ഇവിടെ തന്നിട്ടുള്ളത്? എയർ തന്നത് എന്താണ്? ഹോമോജീനിയസ് ആണ്. അടുത്തതാണ് ഗോൾഡൻ റിംഗ് അല്ലേ? ഗോൾഡ് അല്ലേ, അതിലെല്ലായിടത്തും ഗോൾഡൻ അല്ലേ ഉണ്ടാവുക. അപ്പോൾ അതെന്താണ്? അതൊരു ഹോമോജീനിയസ് ആണ്. അപ്പോൾ അടുത്ത എക്സാമ്പിൾ ഏതാണ്? മഡി വാട്ടർ, ചെളിവെള്ളമാണ് അല്ലേ? അപ്പോൾ ചെളിവെള്ളം ഹോമോജീനിയസ് ആണോ? അല്ല, ചെളിവെള്ളം ഹെട്രോജീനിയസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഭിന്നാത്മക മിശ്രിതങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓൾ സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ്. നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? നിങ്ങൾ യോജിക്കുന്നുണ്ട്, ഞാൻ യോജിക്കുന്നുണ്ട്, നമ്മൾ യോജിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ യോജിക്കുന്നത്? എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? ഓൾ സൊല്യൂഷൻസ്, എല്ലാ ലായനികളും എന്നാണ് പറഞ്ഞത്. ലായനികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സൊല്യൂഷൻ എന്ന് പറയണമെങ്കിൽ ആ സൊല്യൂഷൻ, ഏതൊരു വസ്തുവും സൊല്യൂഷൻ എന്ന് പറയണമെങ്കിൽ അതിൽ എല്ലാ സ്ഥലത്തും സൊല്യൂട്ട് പാർട്ടിക്കിൾസ് യൂണിഫോംലി ഡിസോൾവ് ആയിരിക്കും. എല്ലായിടത്തും സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ലീനം നല്ല രീതിയിൽ ഡിസോൾവ് ആയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ അതെന്തായിരിക്കും? അത് ഹോമോജീനിയസ് ആയിരിക്കും. അപ്പോൾ സൊല്യൂഷൻസ് എന്തായിരിക്കും? ഹോമോജീനിയസ് മിക്സ്ചർ ആണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റൂലേ? യെസ്, അപ്പോൾ നമുക്ക് യോജിക്കാൻ പറ്റുന്നതാണ് അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ മിശ്രിതങ്ങൾ വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മിശ്രിതം തന്നിട്ടുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ എങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താ തന്നിട്ടുള്ളത്? ക്യാംഫറും അതേപോലെ നമ്മുടെ കറിയുപ്പും, കർപ്പൂരവും നമ്മുടെ കോമൺ സോൾട്ടും, ഓക്കെ, അതിനെയാണ് ഒരുമിച്ച് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് ക്യാംഫറിനെ മാത്രം, കർപ്പൂരത്തെ മാത്രമാണ് നമുക്ക് മാറ്റിയെടുക്കാനുള്ളത് അല്ലേ? ക്യാംഫറും അതേപോലെ തന്നെ ക്യാംഫറും കോമൺ സോൾട്ടും ആണ് തന്നിട്ടുള്ളത്. അതിൽ നിന്ന് ക്യാംഫറിനെ മാറ്റണമെങ്കിൽ, കർപ്പൂരത്തെ മാറ്റണമെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ സബ്ലിമേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? എന്താണ് യൂസ് ചെയ്യേണ്ടത്? ഉത്പാദനമാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ്? കർപ്പൂരത്തെ എന്ത് ചെയ്യാനാവും? കർപ്പൂരം ഒരു സോളിഡ് ആണല്ലേ, ഒരു ഖരമാണ്. അതിനെ ഹീറ്റ് ചെയ്താൽ അത് ഡയറക്റ്റ്ലി എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. അപ്പോൾ ഈ മിക്സ്ചറിനെ ഹീറ്റ് ചെയ്താൽ കർപ്പൂരം പെട്ടെന്ന് വാതകമായിട്ട് മാറും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, which is the apparatus used for separating two immiscible liquids from their mixtures? 2 immiscible liquids ആണ് തന്നിട്ടുള്ളത്. അതായത് 2 കലർപ്പില്ലാത്ത ദ്രാവകങ്ങളെ നമ്മൾ എങ്ങനെ വേർതിരിച്ചെടുക്കും? ഏത് അപ്പാരറ്റസ് ആണ് അതിന് ഉപയോഗിക്കുന്നത്? ഏതാണടാ ഉപകരണം എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ഷേപ്പ് ഉള്ളത്, മിസ് വരച്ചാൽ ആ ഷേപ്പ് ആവും എന്നുള്ളത് അറിയില്ല. ഈ ഒരു ഷേപ്പ് ഉള്ളത്, ഇവിടെ ഇങ്ങനെ ഒരു നോബൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ എടുത്തിട്ടുള്ള ആ ഒരു ലിക്വിഡ് ഉണ്ടാവും അല്ലേ? അതിങ്ങനെ 2 കളേഴ്സിലായിട്ട്, ഇങ്ങനെ 2 കളേഴ്സ് എന്നല്ല, 2 ലെയേഴ്സിലായിട്ട് നിൽക്കും. ആ ലെയർ മനസ്സിലാവാനാണ് കേട്ടോ മിസ് 2 കളർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 2 ലെയറായിട്ട് നിൽക്കും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഏതായിരുന്നടാ? സെപ്പറേറ്റിംഗ് ഫണലാണ്. സെപ്പറേറ്റിംഗ് ഫണൽ, മലയാളത്തിലും സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് തന്നെയാണ് പറയുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടന്നാലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ ടു ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ സബ്സ്റ്റൻസ് വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്? അതായത് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകൾക്ക് അതിലേക്ക് താപം കൊടുക്കുന്ന സമയത്ത്, അതിനെ ചൂടാക്കുന്ന സമയത്ത് എന്ത് മാറ്റമാണ് ആ തന്മാത്രകൾക്ക് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് മുന്നേ മിസ് ഒരു കാര്യം കാണിച്ചു തരാം. മിസ് 3 ബോക്സ് വരച്ചു.
ഓക്കെ മിസ് അയ്യോ ലാസ്റ്റ് ബോക്സ് എന്തെങ്ങനെ മിസ് 3 ബോക്സ് വരച്ചു. ഓക്കെ ഈ 3 ബോക്സിലേക്ക് നമ്മൾ മോളിക്യൂൾസിനെ അറേഞ്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ ഇങ്ങനെ അടുത്തടുത്താണ് എന്തുണ്ടാവുക നമ്മുടെ മോളിക്യൂൾസ് ഉണ്ടാവുക. ഇങ്ങനെ അടുത്തടുത്ത മോളിക്യൂൾസ് ഉള്ളതിനെ സോളിഡ് ഖരം എന്ന് പറഞ്ഞല്ലേ. കുറച്ച് വിട്ട് മോളിക്യൂൾസ് ഉള്ളതിനെ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ ലിക്വിഡ് എന്ന് പറഞ്ഞല്ലേ, ദ്രാവകം എന്ന് പറഞ്ഞു. അടുത്തത് വളരെ ദൂരത്തായിട്ട് മോളിക്യൂൾസ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്യാസ്, വാതകം എന്ന് പറയാം. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് അല്ലേ, ചൂടാകിരണം ചെയ്യുന്ന സമയത്ത് സോളിഡിനെ ഗ്യാസ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചൂടാക്കണം. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഈ മോളിക്യൂൾസിന് എന്ത് മാറ്റാടാ വരുന്നത്? ഈ മോളിക്യൂൾസ് വിട്ട് നിൽക്കുന്നുണ്ട്, ദൂരത്തായി പോകുന്നുണ്ട്, കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ എന്തൊക്കെയാ? എനർജി, കണികകളുടെ ഊർജത്തിന് എന്ത് മാറ്റം സംഭവിക്കുന്നത്? ഊർജം കൂടും അല്ലേ. ഊർജം കൂടിയിട്ട് ഓടിക്കളിക്കും. ഊർജം കൂടുകയാണ് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യും അല്ലേ. അടുത്തത് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് അല്ലേ. ഈ മോളിക്യൂൾസ്, കണികകൾ തമ്മിലുള്ള അട്രാക്ഷനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള അട്രാക്ഷൻ എങ്ങനെയായിരിക്കും ഇവർ തമ്മിലുള്ള ആകർഷണ ബലം? നിങ്ങൾക്ക് കാണാം ഗ്യാഷ്യസിലേക്ക് എത്തുന്ന സമയത്തേക്ക് ആകർഷണം കുറഞ്ഞു വരികയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ആണ് ചെയ്യുന്നത്, കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. യെസ്. അടുത്തത് ഏതാണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് തമ്മിലുള്ള, കണികകൾ തമ്മിലുള്ള അകലമാണ് പറയുന്നത്. കണികകൾ തമ്മിലുള്ള അകലത്തിന് എന്ത് വ്യത്യാസമാണ് വരുന്നത്? എന്ത് വ്യത്യാസം? ചൂടാക്കുമ്പോൾ അകലം കൂടിക്കൂടി വരുമല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഗ്യാസിലേക്ക് വരുന്ന സമയത്ത് വന്ന വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അപ്പം എന്താ സംഭവിക്കുന്നത്? അകലം കൂടുകയാണ് ചെയ്യുന്നത്, അകലം ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അടുത്തത് എന്താണെടാ? അടുത്തതാണ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അല്ലേ. മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് എങ്ങനെയായിരിക്കും ഇതിന്റെ മൂവ്മെന്റ് വരിക? എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? സ്ലോ ആയിട്ടാണോ അല്ലെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണോ? എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? എനർജി കൂടി ആൾക്കാർ എന്തായാലും സ്ലോ ആയിട്ട് മൂവ് ചെയ്യില്ല, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുക അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? മൂവ്മെന്റ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത് അല്ലേ. മൂവ്മെന്റ് ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. കുറച്ച് മൂലകങ്ങളുടെ പേര് തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രതീകങ്ങളാണ് നിങ്ങൾ എഴുതാനുള്ളത്. പ്രതീകങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ പോരാ, നിങ്ങൾ എന്ത് ചെയ്യണം? അവരുടെ പേര് ഏതിൽ നിന്നാണ് വന്നത്? ലാറ്റിൻ നെയിം ആണോ, സയന്റിസ്റ്റിന്റെ നെയിം ആണോ, കളറാണോ, പ്ലാനറ്റ് ആണോ, കൺട്രി ആണോ, കോണ്ടിനെന്റ് ആണോ, ഭൂഖണ്ഡമാണോ, രാജ്യമാണോ, ഗ്രഹമാണോ, കളറാണോ, ശാസ്ത്രജ്ഞരുടെ പേരിൽ നിന്നാണോ? ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കണം, നിങ്ങൾ പഠിക്കണം. അങ്ങനെയുള്ള എപ്പോഴും ചോദിക്കാറുണ്ട്. ലാറ്റിൻ നെയിം എന്താന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. സോഡിയത്തിന്റെ ലാറ്റിൻ നെയിം എന്താ? സോഡിയത്തിന്റെ സിമ്പിൾ എങ്ങനെയാണ് Na എന്ന് വന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാ തന്നത്? ക്ലോറിന്റെ സിമ്പിൾ എന്തായിരിക്കടാ? ക്ലോറിന്റെ സിമ്പിൾ ഈ സിയും എല്ലും കൂടെ ചേർന്നതാണ്, Cl ആണ്. ഓക്കെ, അടുത്തത് സോഡിയത്തിന്റെ SO ആണോ? അല്ല, അങ്ങനെ എഴുതാൻ പാടില്ല, ശുദ്ധ മണ്ടത്തരമാണ്. സോഡിയം ലാറ്റിൻ നെയിമായ നാട്രിയത്തിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് Na ആണ് നമ്മുടെ സിമ്പൽ, പ്രതീകം എന്ന് പറയുന്നത്. അടുത്തതാണ് സൾഫറിന്റെ സിമ്പൽ എന്ന് പറയുന്നത് S ആണ്. ഓക്കെ അല്ലേടാ. അടുത്തത് പൊട്ടാസ്യം P അല്ലേ? ആണോ? പൊട്ടാസ്യം P ആണോ? അല്ലല്ലോ. പൊട്ടാസ്യം ഏതാണ്? K. എവിടുന്നാണ് ഈ K വന്നത്? എവിടുന്നാണ്? ഒരു ലാറ്റിൻ നെയിമാണ്. ആ ലാറ്റിൻ നെയിം എന്താന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ കാലിയം എന്ന് പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പോൾ അടുത്തത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സിമ്പിൾസ് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങൾ ഈ ലാറ്റിൻ നെയിംസ് ഒക്കെ പഠിച്ചു വെക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. 2 സാമ്പിൾ ഓഫ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് സാമ്പിൾ ഓഫ് മോളിക്യൂൾസ്? 4H2 തന്നിട്ടുണ്ട്, CO2 തന്നിട്ടുണ്ട് അല്ലേടാ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് സാമ്പിൾ കണ്ടെയ്ൻസ് മോർ ആറ്റംസ്? ഏതിലാണ് കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത് എന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഓരോന്നിലുള്ള ആറ്റത്തിൻ്റെ എണ്ണങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് മിസ് 4H2ൽ എത്ര ആറ്റംസ് ഉണ്ട് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ 4H2 എന്ന് പറയുന്ന സമയത്ത് ഈ 4 എന്ന് പറയുന്നത് കാണുന്നുണ്ടോ? ഈ 4 എന്ന് പറയുന്നത് ഈ H2ന് കംപ്ലീറ്റ്ലി ബാധകമാണ്. ഒന്ന് ആ കാര്യമാണ് ഓർക്കേണ്ടത്. പിന്നെ ഈ 4 എന്താണ്?
എന്തിനെയാണ് ഈ 4 വെച്ച് സൂചിപ്പിക്കുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ്, നമ്പർ ഓഫ് തന്മാത്രകളെയാണ്. ഓക്കെ, എത്ര നമ്പർ ഓഫ് തന്മാത്ര എന്നാണ് 4 വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കടാ? നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം ഹൈഡ്രജനിൽ എത്ര ഉണ്ട് എന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ 4 × ഈ 2 ചെയ്താൽ മതി. 2 ഹൈഡ്രജൻ ആറ്റമാണ്, 4 മോളിക്യൂൾസ് ആണ്, അപ്പോൾ 4 × 2 ആണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ 4 × 2 = എത്രയാടാ? 4 × 2 എത്രയാടാ? 8 ആണ്. 8 ആറ്റംസ് ആണ്. ഓക്കെ, അടുത്തത് ആരാടാ? ഓക്സിജൻ. യെസ്, ഓക്സിജൻ അവിടെ ഒരു നമ്പറും കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഒറ്റയ്ക്കാണ്, ഒരു ആറ്റമാണുള്ളത്. ഓക്കെ, ഓക്സിജൻ ഒരു ആറ്റമാണെങ്കിൽ അവിടെ എത്ര ഓക്സിജൻ തന്മാത്രയുള്ളത്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ 4 × 1 ആണ്. അപ്പോൾ 4 ആറ്റംസ് ഉണ്ട്. ഓക്കെ, 4 ആറ്റംസ് ഉണ്ട്. ടോട്ടൽ 4H2O-ൽ എത്ര ആറ്റംസ് ആണ്? 8 + 4 = 12 ആറ്റംസ് ആണ് നമ്മുടെ H2O-ൽ ഉള്ളത്. ഓക്കെ ആണല്ലോ? യെസ്, എന്തായാലും ഓക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ CO2-ൽ എത്ര ആറ്റംസ് ഉണ്ട് എന്ന് നോക്കാം. സിമ്പിൾ ആണല്ലോ. എത്ര മോളിക്യൂളാണ്? ഒരു മോളിക്യൂളാണ്. അപ്പോൾ കാർബണിൽ എത്ര ആറ്റം ഉണ്ട്? ഒരു ആറ്റമാണുള്ളത്. ഓക്കെ, അടുത്തത് ഓക്സിജനിൽ എത്ര ആറ്റം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? ഓക്സിജൻ്റെ താഴെയായിട്ട് 2 എഴുതിയാൽ എന്താ സൂചിപ്പിക്കുന്നത്? നമ്പർ ഓഫ് ആറ്റംസ് ആണ്. അപ്പോൾ എത്ര ആറ്റംസ് ഉണ്ട്? 2 ആറ്റംസ് ആണ്. അപ്പോൾ ടോട്ടൽ CO2-ൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്? 3 ആറ്റംസ് ആണ്. 1 + 2 = 3 ആറ്റംസ് ആണ്. അപ്പോൾ ഏതിലാടാ കൂടുതൽ? ഏതിലാണ്? സാമ്പിൾ എയിലാണല്ലോ കൂടുതൽ. യെസ്, സാമ്പിൾ എയിലാണ് കൂടുതൽ നമ്പർ ഓഫ് ആറ്റംസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ എന്താ? സാമ്പിൾ ബിയിലെ തന്മാത്രകളുടെ എണ്ണം. സാമ്പിൾ ബി ഏതാണ്? CO2 ആണ്. CO2 എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം. CO2 നമ്പർ ഓഫ് മോളിക്യൂൾസ് എവിടെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഇവിടെ അല്ലേ? ഈ 4 ഇവിടെയായിരുന്നു അല്ലേ? അതെന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ എന്താണ്? 1 മോളിക്യൂളാണ് അല്ലേ? ഒരു തന്മാത്രയാണ്. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. എപ്പോഴും ചോദിക്കാറുണ്ട്, സിമ്പിളാണ് പക്ഷേ അല്ലേ? മോണോആറ്റോമിക്, ഡയാറ്റോമിക്, പോളിയാറ്റോമിക്. ഓക്കെ, മോണോആറ്റോമിക്, ഡയാറ്റോമിക്, പോളിയാറ്റോമിക് അല്ലേ? മോണോആറ്റോമിക് അല്ലേ? ഏകാറ്റോമിക, ഒരാറ്റം. ഡയാറ്റോമിക്, ദ്വയാറ്റോമിക, 2 ആറ്റം. പോളിയാറ്റോമിക്, ബഹു ആറ്റോമിക, 3 3-ൽ കൂടുതലോ ആറ്റംസ് ഉള്ളതിന് അല്ലേ? 2-ൽ കൂടുതൽ ഉള്ള ആറ്റംസ് കംപ്ലീറ്റ് നമ്മൾ എങ്ങോട്ടേക്ക് കാറ്റഗറൈസ് ചെയ്തു? പോളിയാറ്റോമിക്, ബഹു ആറ്റോമിക് തന്മാത്രയിലേക്ക് നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. അപ്പോൾ ഇവിടെ ചോദിച്ചെന്തായിരിക്കും? കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, അവരെ നമ്മളിങ്ങനെ 3ആയി തരംതിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ഏതാ? പോളിയാറ്റോമിക്. ഹെഡിങ് എപ്പോഴും ശ്രദ്ധിക്കണം. ഫസ്റ്റ് മോണോ ആറ്റോമിക് ആണെന്ന് കരുതി നേരെ എഴുതി വെക്കാൻ പാടില്ല. പോളിയാറ്റോമിക് എന്ന് പറഞ്ഞാൽ 3 3-ൽ കൂടുതലോ ആയിരിക്കണം. ഇവിടെ 3 3-ൽ കൂടുതലോ ആരാണ്? P4-ഉം S8-ഉം ആണല്ലോ. അപ്പോൾ ആരൊക്കെയാണ്? P4-ഉം S8-ഉമാണ് പോളിയാറ്റോമിക്, ബഹു ആറ്റോമിക. അടുത്തതാണ് ഡയാറ്റോമിക്, ദ്വയാറ്റോമിക എന്ന് പറഞ്ഞാൽ 2 ആറ്റം അല്ലേ? 2 ആറ്റം കൂടിച്ചേർന്നത്. ഇവിടെ ആരൊക്കെയാണുള്ളത്? ഇവിടെ ഒരു H2-ഉം കാണാം നമുക്ക്. പിന്നെ ആരുണ്ടടാ? ഒരു N2-ഉം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോണോ ആറ്റോമിക്, നമ്മുടെ ഏകാറ്റോമിക തന്മാത്ര ഏതൊക്കെയാണ്? യെസ്, K പൊട്ടാസ്യം, അതേപോലെ തന്നെ AR ആർഗണാണ് നമ്മുടെ മോണോ ആറ്റോമിക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേടാ? നമ്മൾ കുറേ പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താണല്ലോ. യെസ്, എപ്പോഴും ചോദിക്കാറും ഉണ്ട്. ഓക്കെ, 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാറുണ്ട്. മക്കളെ നിർബന്ധമായിട്ടും പഠിച്ചു നോക്കുക. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കെമിക്കൽ ചേഞ്ചസ് ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് സിൽവർ ബ്രോമൈഡിനെ 2 വാച്ച് ഗ്ലാസ്സിലായിട്ട് വെച്ചു. 2 വാച്ച് ഗ്ലാസ്സിലായിട്ട് സിൽവർ ബ്രോമൈഡിനെ എടുത്തു. ഇതിൽ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്തു? ഒരു ബ്ലാക്ക് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് ഒന്നിനെ ബ്ലാക്ക് പേപ്പറിൽ കവർ ചെയ്തു. 2 എന്നിട്ട് എന്ത് ചെയ്തു? സൺലൈറ്റിലേക്ക് വെച്ചു. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു ഒബ്സർവ്? കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയത്തേക്ക് ഈ 2 വാച്ച് ഗ്ലാസ്സിനെ വെയിലത്ത് വെച്ചു. പ്രത്യേകത എന്താ? ഒന്ന് ഏതാണ്? കറുപ്പ്
പേപ്പർ കൊണ്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുക? നേരെ സൺലൈറ്റിൽ വെച്ച സിൽവർ ബ്രോമൈഡ് എന്ത് സംഭവിക്കും? ബ്ലാക്ക് കളറായിട്ട് മാറും. എന്ത് സംഭവിക്കും? അവിടെ ഒരു ബ്ലാക്ക് കളറായിട്ട് മാറും. ഓക്കെ ആണല്ലോ? യെസ്, ബ്ലാക്ക് കളറായിട്ടാണ് മാറുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ നടന്ന മാറ്റത്തിന് കാരണമായിട്ടുള്ള ഊർജം ഏതാണ്? ഏത് ഊർജമാണെടാ? ഏത് ഊർജമാണ്? ഏതാണ്? യെസ്, നിങ്ങൾക്കറിയാം ഏതാണ്? പ്രകാശോർജമാണ്. യെസ്, ലൈറ്റ് എനർജിയാണ്. ലൈറ്റ് എനർജിയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലടാ മക്കളെ? ഓക്കെ ആണല്ലേ? അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ്റെ വലുപ്പം കണ്ടപ്പോഴും വലുതാണെന്ന് തോന്നി. പക്ഷെ സിമ്പിൾ ആയിരുന്നില്ലേടാ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതി പോകാൻ പറ്റിയില്ലേ അല്ലേ? ലൈറ്റ് എനർജിയാണ്. ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തിട്ടോ ആഗിരണം ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് വിട്ടിട്ടോ ഉണ്ടാവുന്ന കെമിക്കൽ ചേഞ്ചസ് ആണ് ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസിൽ നമ്മൾ പറയുന്നത്. ഫോട്ടോ കെമിക്കൽ ചേഞ്ചസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അടുത്തതാണ് ഫൈൻഡ് ദി അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് സ്യൂട്ടബിൾ ഫോർ കെമിക്കൽ ചേഞ്ച് ആൻഡ് ഫിസിക്കൽ ചേഞ്ച്. ഭൗതിക മാറ്റത്തിനും രാസമാറ്റത്തിനും അനുയോജ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് എഴുതാനും പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഭൗതിക മാറ്റമാണെങ്കിൽ അതിൻ്റെ തന്മാത്രകളുടെ അറേഞ്ച്മെന്റിൽ മാത്രമേ മാറ്റമുള്ളൂ. പുതിയ പ്രോഡക്റ്റ്, പുതിയ സബ്സ്റ്റൻസോ പദാർത്ഥമോ ഒന്നും ഫോം ചെയ്യുന്നില്ല. അതേസമയം കെമിക്കൽ ചേഞ്ച് ആണെങ്കിലും എന്താ സംഭവിക്കുന്നത്? അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതെന്താണ്? ഒരു പെർമനൻറ്റ് ചേഞ്ചും ആണെന്ന് നമുക്കറിയാം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ്, പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഫോം ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അത് ആരായിരിക്കടാ? അതാണ് നമ്മുടെ ഫിസിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റമാണ്. അടുത്തത് ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് അല്ലേ? രാസമാറ്റത്തിലൂടെയല്ലേ, കെമിക്കൽ ചേഞ്ചിലൂടെയല്ലേ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നത്? യെസ്, ഓക്കെ ആണല്ലോ? നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഫിസിക്കൽ ചേഞ്ച്, കെമിക്കൽ ചേഞ്ച്, ഭൗതിക മാറ്റം, രാസമാറ്റം എന്ന് 2 ടേബിൾ ആക്കിയിട്ട് നിങ്ങൾ എഴുതാൻ ശ്രദ്ധിക്കുക. അടുത്തതാണ് പെർമനൻറ്റ് ചേഞ്ച്. പെർമനൻറ്റ് ചേഞ്ച് എവിടെയാണ്? കെമിക്കൽ ചേഞ്ചിലാണ് പെർമനൻറ്റ് ചേഞ്ച് നടക്കുന്നത്. ടെമ്പററി ചേഞ്ച് ഫിസിക്കൽ ചേഞ്ചിലുമാണ് നടക്കുന്നത്. യെസ്, ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെറ്റൽസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, ജനറൽ ക്യാരക്ടറിസ്റ്റിക്കിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ഓപ്ഷൻസ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്? ഹൈ തേർമൽ കണ്ടക്ടിവിറ്റി, അടുത്തത് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, അടുത്തത് ദേ ഹാവ് സൊണോറിറ്റി, അടുത്തതാണ് ലോ ഡെൻസിറ്റി. ഓക്കെ ആണല്ലോ? യെസ്, ഉയർന്ന താപചാലകത, വൈദ്യുതി കടത്തിവിടുന്നില്ല, അവർക്ക് സൊണോറിറ്റി ഉണ്ട്, കുറഞ്ഞ സാന്ദ്രതയുണ്ട്. ഏതായിരിക്കടാ? ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? ഹൈ തേർമൽ കണ്ടക്ടിവിറ്റി ആണ്. ഓക്കെ, ഉയർന്ന താപചാലകത ഉണ്ട്. അതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അവർക്ക് എന്തുണ്ട്? സൊണോറിറ്റി ഉണ്ട് അല്ലേ? ശബ്ദം പുറപ്പെടുവിക്കുന്നില്ലേ? സൊണോറിറ്റി ഉണ്ട്. അതേപോലെ ലോ ഡെൻസിറ്റി ഉണ്ട്. പക്ഷേ അത് ഒരു 2-3 എലമെൻറ്റ്സ്, ഈ ലിഥിയം, സോഡിയം അങ്ങനെയുള്ള എലമെൻറ്റ്സിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അത് കോമൺ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്? യെസ്, ഹൈ തേർമൽ കണ്ടക്ടിവിറ്റിയും സൊണോറിറ്റിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, റൈറ്റ് ദ നെയിം ഓഫ് മെറ്റൽ യൂസ്ഡ് ടു മേക്ക് ഫിലമെന്റ് ഓഫ് ബൾബ്. നമ്മൾ ബൾബില്ലേ, കത്തുന്ന ബൾബില്ലേ, ആ ബൾബിൻ്റെ ഫിലമെൻറ്റിൽ എന്താണ്, ഏത് മെറ്റലാണ് ഉപയോഗിക്കുന്നത്? ഏത് ലോഹമാണെന്ന് നിങ്ങൾക്ക് അറിയാലോ? ഏത് ലോഹമാണ്? യെസ്, ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ ലോഹമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഏത് പ്രോപ്പർട്ടിയാണ്, ആ മെറ്റലിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് അറിയോ? ഏതാണ്? വലിച്ചു നീട്ടി വയറുകളാക്കാൻ പറ്റും. യെസ്, ഡക്റ്റിലിറ്റി മക്കൾ, മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി, സൊണോറിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഹാർഡ്നെസ്, ഡെൻസിറ്റി, ഇങ്ങനെ മെറ്റൽസിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കുക. യെസ്, നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സന്ദർഭം അല്ലെങ്കിൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഉദാഹരണം പഠിച്ചു വെക്കുക. നിർബന്ധമാണ് കേട്ടോ, നിർബന്ധമാണ്. ചിലപ്പോൾ ഉദാഹരണം തന്നിട്ട് ഇതേപോലെ ഏത് സവിശേഷതയാണെന്ന് നിങ്ങളോട് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മിസ്സിന് അറിയാം, പക്ഷേ നമുക്ക് പഠിച്ചാൽ സിമ്പിളാക്കി ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. സാച്ചുറേറ്റഡ് സൊല്യൂഷനും സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനും, പൂരിത ലായനിയും അതേപോലെ തന്നെ ഏതാണ്? അതിപൂരിത ലായനിയും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സാച്ചുറേറ്റഡ് ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ? എന്തായിരിക്കടാ?
സാച്ചുറേറ്റഡും സൂപ്പർ സാച്ചുറേറ്റഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. യെസ്, സാച്ചുറേറ്റഡ് പൂരിത ലായനി, സൂപ്പർ സാച്ചുറേറ്റഡ് അപൂരിത ലായനി. എന്താണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കടാ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സൊല്യൂഷനിൽ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് എന്ത് പറയാം? അതിനെ സാച്ചുറേറ്റഡ് എന്ന് പറയാൻ പറ്റും. ഒരു ലായനിയിൽ മാക്സിമം എമൗണ്ട് ഓഫ് ലീനം ലയിച്ച് ചേർന്നാൽ നമുക്കതിന് എന്ത് പറയാൻ പറ്റും? അതിനെ പൂരിതമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ സാച്ചുറേറ്റഡ് ഓക്കെ ആണല്ലോ. അടുത്തത് ഏതാണുള്ളത്? സൂപ്പർ സാച്ചുറേറ്റഡ് അപൂരിത ലായനി. അതായത് ഒരു സൊല്യൂഷനിൽ ഡിസോൾവ് ആവാൻ പറ്റുന്നതിലും കൂടുതൽ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ഒരു സൊല്യൂഷനിൽ, ഒരു ലായനിയിൽ ലയിച്ച് ചേരാൻ പറ്റുന്ന ലീനത്തിൻ്റെ എമൗണ്ടിനേക്കാൾ കൂടുതൽ ലീനം അതിൽ ലയിച്ച് ചേർന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളങ്ങനെ ലയിപ്പിക്കുക? നമ്മൾ ചൂടാക്കിയിട്ടാണ് അങ്ങനെ ലയിപ്പിക്കുക. അങ്ങനെയുള്ള സൊല്യൂഷനിൽ, അങ്ങനെയുള്ള ലായനികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് അപൂരിത ലായനികൾ എന്ന് പറയാം. മക്കൾ 2 പോയിൻ്റായിട്ട് ഇതേപോലെ 2 സെക്ഷൻ ആക്കിയിട്ട് എഴുതുക. യെസ്, അപ്പോൾ ഇതാ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. സിമ്പിളാണ് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് സം സബ്സ്റ്റൻസ് ഡിസോൾഡ് ഇൻ വാട്ടർ കോസ് വാട്ടർ ഹാർഡ്നെസ്, ഫൈൻഡ് ദം ബിലോ. ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് വാട്ടർ ഹാർഡ്നെസ് തരുന്നത്? കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിനു മുന്നേ മിസ് ചോദിക്കട്ടെ, ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് വാട്ടറിന് ഹാർഡ്നെസ് കൊടുക്കുന്നത്? കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും. മിസ് ഷോർട്ടാക്കി എഴുതിയെന്നുള്ളൂ. CA നമുക്കൊക്കെ മനസ്സിലാവോ? മിസ് ഫുള്ളാക്കി തന്നെ എഴുതാം അല്ലേ? കാൽസ്യം ആൻഡ് മെഗ്നീഷ്യം, കാൽസ്യം ആൻഡ് കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും കുറച്ച് സോൾട്ടാണ്. ഏതൊക്കെയാണ് സോൾട്ട് എന്ന് പറയുന്നത്? ബൈകാർബണേറ്റ്, യെസ്, ബൈകാർബണേറ്റ്, അതേപോലെ ക്ലോറൈഡ്, അതേപോലെ സൾഫൈഡ്. ഈ സോൾട്ടുകളാണ് എന്ത് ചെയ്യുന്നത്? വാട്ടറിന് ഹാർഡ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, വാട്ടറിന് ഹാർഡ്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ജലകാഠിന്യം ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഏതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത്? സോഡിയം ക്ലോറൈഡ്, കാൽസ്യം ബൈകാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ്, കാൽസ്യം ക്ലോറൈഡ്, മെഗ്നീഷ്യം കാർബണേറ്റ് ആണ് തന്നിട്ടുള്ളത്. ഏത് ഓപ്ഷനാ മക്കൾ തന്നെ പറഞ്ഞേ? ബൈകാർബണേറ്റ് ആണല്ലേ, കാൽസ്യം ബൈകാർബണേറ്റ്. കാൽസ്യം ഉണ്ട് പക്ഷേ കാർബണേറ്റ് അല്ല. അടുത്തത് മെഗ്നീഷ്യം സൾഫേറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് ആണല്ലോ, മെഗ്നീഷ്യം സൾഫേറ്റ്. ഓക്കെ, അപ്പോൾ ഇതാ മെഗ്നീഷ്യം സൾഫേറ്റ്. അടുത്താണ് കാൽസ്യം ക്ലോറൈഡ്. നിങ്ങൾ നോക്കിയേ, കാൽസ്യം അല്ലേ, കാൽസ്യം ക്ലോറൈഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കാൽസ്യം ക്ലോറൈഡ് എന്ന് പറയാം. പിന്നെ ഏതാ തന്നിട്ടുള്ളത്? മെഗ്നീഷ്യം കാർബണേറ്റ്. കാർബണേറ്റ് ഇതിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ലിസ്റ്റ് അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ലിസ്റ്റ് പഠിച്ചു വെക്കുക. അടുത്തതാണ്, ഇതിലുള്ള ഈ സോൾട്ടിലുള്ള ഏത് ഹാർഡ്നെസ് ആണ് നമുക്ക് ഹീറ്റ് ചെയ്താൽ, ചൂടാക്കിയാൽ ഒഴിവാക്കാൻ പറ്റുന്നത്? ഏതായിരിക്കടാ ചൂടാക്കിയാൽ ഒഴിവാക്കാൻ പറ്റുന്നത്? കാൽസ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റ് സോൾട്സിനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക. കാൽസ്യം മെഗ്നീഷ്യം ബൈകാർബണേറ്റ്സിനെയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുക. യെസ്, ഓക്കെ ആണല്ലോ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ മക്കളെ, ഇങ്ങനെയുള്ള ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ കുറച്ചുകൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ മക്കൾ ആരും മറക്കണ്ട, ഇന്ന് രാത്രി 7:30 ഞാനും നിങ്ങളുടെ സ്വന്തം നമിത മിസ്സും ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ കൂടുതൽ, ഇതിനേക്കാൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് ലൈവിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ലൈവിലൂടെ നല്ല സെറ്റാക്കി കെമിസ്ട്രി പഠിക്കാം. അതോടുകൂടെ നമുക്ക് കെമിസ്ട്രി ഈസി ആയിരിക്കണം. അപ്പോൾ അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. നമുക്ക് എന്തായാലും ഹൈ മാർക്സ് സ്കോർ ചെയ്യണം. അപ്പോൾ ബൈ.